പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് കമന്റ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ്. കമന്റ് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് കാര്യമാണ്. വീക്കസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? വീക്കസ്റ്റ്. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നു അവര് വീക്കസ്റ്റ് ആണ്. നമ്മുടെ സ്വന്തം ഞാൻ വീക്കസ്റ്റ് ആണ്, എനിക്ക് പഠിക്കാൻ പറ്റുമോ എങ്ങനെ ചിന്തിക്കരുത്. വീക്കസ്റ്റ്, ബുദ്ധിമാൻ, ആവറേജ് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല ശരിക്കും. അതൊക്കെ ജസ്റ്റ് മിത്താണ്, മിത്ത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിക്കാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. ചിലവര് പരിശ്രമിക്കും, ചിലവര് പരിശ്രമിക്കില്ല, ചിലവര് വെറുതെ ഇരിക്കും, ചിലവര് അധ്വാനിക്കും. അതാണ് ഓരോ മനുഷ്യന്മാർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് എങ്ങനെയൊക്കെ പാസ്സാകാം എന്നുള്ള ടിപ്സും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, പുറമെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നന്നായാലാണ് നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ബോധം വരുള്ളൂ. അതിനുവേണ്ടി നമ്മളെ ഫുഡും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കഴിക്കുക. പട്ടണ കിടന്ന് പഠിച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ട് പട്ടണ കിടന്ന് ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പൊ ഒരുപാട് പിള്ളേര് പറഞ്ഞ കാര്യമാണ് ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗ്. ഫസ്റ്റ് ഇയറിലെ ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗ് ഭയങ്കര ടഫാണ് പഠിക്കാൻ. ഓക്കെ, കാരണം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് 10ാം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് ഒരു കോഴ്സിലേക്ക് പോവുകയാണ് നഴ്സിംഗ്. നിങ്ങൾ 10ലും പ്ലസ് ടുവിലും പഠിച്ച ബയോളജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ ഒരു കോഴ്സിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പുതിയ ആൾക്കാര്, പുതിയ സ്ഥലം, പുതിയ കോളേജ്, പുതിയ എല്ലാം പുതിയത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതെ, ശരിയാണ്. അപ്പൊ അതൊക്കെ ഫസ്റ്റ് ഓവർകം ചെയ്യാനുള്ള മെത്തേഡ് കണ്ടുപിടിക്കുക. അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, എത്രയിലാണ് മാർക്ക്. ഇപ്പൊ നമുക്കൊക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 60ൽ 30 കിട്ടിയ പാസ് മാർക്കായിരുന്നു, പകുതി, നേർ പകുതി. പക്ഷെ ഇപ്പോൾ 60ൽ 37 അങ്ങനെയാണ് ഇപ്പോഴത്തെ പാസ് മാർക്ക്. 37, 37.5 അങ്ങനെ കിട്ടിയാൽ പാസ്സാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണ്? പാസ്സാവൽ മാത്രമായിരിക്കും നമ്മുടെ ഗോൾ. ഗെയിനിങ് നോളജ്, വിവരം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുക. കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളത് പാഷനായിട്ട് എടുക്കുക. അതായത് നമ്മുടെ നഴ്സിംഗിൽ മെയിൻ ആയിട്ട് കെയറിങ്, ഓർഗൻസ്, കാര്യങ്ങൾ, അതുപോലെ ഓരോ പ്രൊസീജിയർ. പക്ഷെ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ലൈഫിലോട്ട്, നമ്മുടെ എൻ്റെ ലൈഫിൽ നമ്മൾ തിരഞ്ഞെടുത്തിരുന്ന പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും, ഓക്കെ, പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്ത് പോയി. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ്, ഫസ്റ്റ് ഇയറിലെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഭയങ്കര ടഫസ്റ്റ് ആണ്, ഭയങ്കര പാടാണ്, പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇത് ചെന്ന് കയറിയതിന്റെ ഒരു പ്രശ്നം മാത്രമാണ്. അതാണ് കാരണം. നഴ്സിംഗിലെ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഫസ്റ്റ് ഇയറിലെ. ഓക്കെ, നമ്മുടെ നഴ്സിംഗിലെ ഏറ്റവും പാടായിട്ട് ടഫസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ പാസ് ആകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ പാസ്സായി പോകും. ഫസ്റ്റ് ഇയർ പാസ്സായാൽ സെക്കൻഡ് ഇയർ പാസ്സായി പോകും. സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ പിന്നെ തേർഡ് ഇയർ കുറച്ച് ടഫായിരിക്കും, റിസർച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ ഫോർത്ത് ഇയർ നിങ്ങൾ പിന്നെ സിമ്പിൾ ആണ് ഫോർത്ത് ഇയർ. അപ്പൊ നിങ്ങൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ 4 വർഷം നമുക്ക് ടഫല്ല, ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് ടഫ്, ഏറ്റവും കൂടുതൽ ടഫുള്ളത്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽസ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രൊസീജിയറാണ്. ബെഡ് മേക്കിങ്, സിക്സ് ബാത്ത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ അതൊക്കെ പഠിക്കേണ്ട. ചില പിള്ളേർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കാണാപ്പാടം പഠിക്കുക, എന്നിട്ട് അതങ്ങ് കാണാപ്പാടം പഠിച്ച് വയ്ക്കുക. നമ്മളത് മനസ്സിലാക്കി പഠിക്കുക. ഒരിക്കലും എക്സാമിന് നിങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കണ പോലെ തന്നെ എഴുതി വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. നിങ്ങൾ ഒരു പ്രൊസീജിയർ വായിച്ചു നോക്കുക, ഫുള്ള് വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ അത് സ്വന്തം വേർഡ്സിൽ എക്സാമിന് എഴുതുന്ന സമയത്ത് സ്വന്തം വേർഡ്സിൽ നിങ്ങളത് എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ കണ്ടന്റ് കറക്റ്റ് ആയാൽ മതി. സ്വന്തം വേർഡ്സിൽ നിങ്ങൾ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് കാര്യം അറിയാമോ, നിങ്ങൾക്ക് സംഭവം അറിയാമോ എന്നാണ് അവർ നോക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ആ എഴുതി വെച്ചാൽ കാണാപ്പാടം പഠിക്കാനുള്ള കഴിവുണ്ടോന്നല്ല അവർ നോക്കുന്നത്. ഇങ്ങനെയാണ് ഫണ്ടമെന്റൽ ഒരു രീതി. അപ്പൊ അത് കാണാപ്പാടം പഠിക്കരുത്. അപ്പൊ നിങ്ങൾ അത് പഠിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. വായിച്ച് അത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഒരു പ്രൊസീജിയറാണ്, ഒരിക്കലും കാണാപ്പാടം പഠിക്കുന്ന സാധനം അല്ല, അത് പ്രൊസീജിയറാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആലോചിച്ച് നോക്കുക ഇതെങ്ങനെയാണ്. നമ്മളിപ്പോൾ രാവിലെ പഠിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചത് അതെങ്ങനെയാണ് പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പുസ്തകത്തിൽ വീണ്ടും നോക്കുക. അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ചിലവർ അതും ചെയ്യൂല, നമ്മൾ കഷ്ടപ്പെടാണ് നമുക്കൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് മറക്കാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫണ്ടമെന്റൽ ആണ് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട്. ഓക്കെ, ഈ അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രി, ന്യൂട്രീഷനൊക്കെ അതിന്റെ മെത്തേഡ് വേറെയാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയും എന്തായാലും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു ടീം വർക്ക്, ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ തുടങ്ങുക, ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നിച്ച് പഠിച്ച്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് അറിയണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാത്ത കാര്യം ചിലപ്പോൾ മറ്റൊരാൾക്ക് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ടീമായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ കേസാണ്.
വെറും സിമ്പിൾ കാര്യം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ അഭിപ്രായം മാത്രമല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞ ഒരു മാക്സിമം ഒരു 3-4 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല. കാര്യം നിങ്ങൾക്ക് അറിയാതെ അവർ പറഞ്ഞു തരും, അവർക്കറിയാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് പരസ്പരം പറഞ്ഞ് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഗ്രൂപ്പൊക്കെ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് തർക്കിക്കാനുള്ള ടെൻഡൻസി, ഡിബേറ്റ് നടക്കുക. ഞങ്ങൾക്ക് കാരണം അങ്ങനെയല്ലടാ, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഡിബേറ്റ് നടക്കും. അപ്പൊ ആ ഡിബേറ്റ് ഒക്കെ നിങ്ങൾ ഒരിക്കലും മറക്കൂല ഈ കാര്യം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും മറക്കൂല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നും കാണാപ്പാടം പഠിച്ച് വെക്കരുത്. കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിലോട്ട് അതുകൊണ്ട് ഒരു യൂസും ഇല്ല. പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കുക ആയിരിക്കും, പക്ഷെ അല്ലാണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും ഒരു ഗുണവും കിട്ടില്ല. അപ്പൊ ഇതൊന്നും ഇത് ഒരു ഓർഗനൈസ് ചെയ്ത് പഠിക്കാണ്ട് വാരി വലിച്ച് പഠിച്ച് പ്രാന്ത് പിടിച്ച് നടക്കാണ്ടിരിക്കുക ഒരിക്കലും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. നിങ്ങൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇത് എളുപ്പമാണ്. ഈ കാലം കഴിഞ്ഞു പോകും. അങ്ങനെ 4 വർഷമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുക, ഫസ്റ്റ് ഇയർ വന്നതൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുക, 4 വർഷമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ ചെറിയൊരു രീതികളിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി നിങ്ങൾക്കൊരു ഡിസ്റ്റിങ്ഷൻ വരെ പ്രതീക്ഷിക്കാം. ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും. പ്രതീക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നല്ലപോലെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം ഞാൻ ഈ പാർക്കിൽ വന്നിരുന്ന്, നല്ല വെയിലാണ്, പാർക്കിൽ വന്നിരുന്ന വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങ് പറയാനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ടിപ്സും കാര്യങ്ങളും. ഒരിക്കലും ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഇതൊക്കെ സിമ്പിളാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഞാനൊക്കെ കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, അനുഭവം കൊണ്ട് പറഞ്ഞത്. ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്ത് കാര്യം? എന്തായാലും നിങ്ങൾ നേഴ്സിംഗ് ചേർന്നു, എന്തായാലും നിങ്ങൾ എക്സാം എഴുതണം, എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്താൽ പോരെ? അല്ല, അതിൻ്റെതായ ആ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ പാരി വലിച്ച് പഠിക്കാണ്ട് പഠിച്ചത് മനസ്സിലാക്കി, ഇൻട്രസ്റ്റോട് കൂടി മനസ്സിലാക്കി പഠിച്ച് പോയി കഴിഞ്ഞാൽ പരിപാടി ഓക്കെയാണ്. ഫണ്ടമെന്റലിന്റെ കേസ് ഡബിൾ ഓക്കെയാണ്. അപ്പൊ ഇനി ഫണ്ടമെന്റൽ എക്സാം എങ്ങനെ നമുക്ക് എഴുതാം, ഏത് രീതിയിൽ എഴുതണം? 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയം ശ്രദ്ധിക്കുക. എഴുതാൻ നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് ആണ്. ബുക്ക്ലെറ്റ് നിങ്ങൾ എഴുതേണ്ട അത്ര എഴുതി പിടിപ്പിക്കുക. അത് 2 വരി എഴുതിയിട്ട് നിങ്ങൾ നിർത്തരുത്. ഫസ്റ്റ് തന്നെ 10 മാർക്കിനാണെങ്കിൽ അത്ര നിങ്ങൾ എഴുതുക. അതിന് മാത്രം നിങ്ങൾ എഴുതി പിടിപ്പിക്കുക. കാര്യം നിങ്ങളൊരു പ്രൊസീജിയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കണ പോലെ വാരി വലിച്ച് എഴുതി കഴിഞ്ഞാൽ അത് 1/2 പേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങളുടേതായ രീതിയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് എന്താണോ അത് എഴുതി വെക്കുക. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം നമ്മൾ ടെക്സ്റ്റിലൊക്കെ ഷോർട്ടായിട്ടായിരിക്കും കൊടുത്തത്. ടെക്സ്റ്റ് ബുക്കൊക്കെ ഷോർട്ടായിട്ട് കൊടുത്ത് അതൊരു ഓർഗനൈസ് ചെയ്തായിരിക്കും കൊടുത്തേക്കുന്നത്. നമ്മളത് എഴുതി വരുമ്പോൾ കുറച്ച് എലാബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു സെന്റൻസ് നമുക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതി കൊണ്ടുവന്ന് എഴുതി ആൻസർ പേപ്പറിൽ നന്നായിട്ട് എഴുതി പിടിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലേ, നിങ്ങൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾക്ക് അത് അറിയത്തില്ല, അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ച എന്തെങ്കിലും കാര്യം എഴുതി പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴും. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 10 മാർക്ക് അവിടെ കിട്ടില്ല. എത്ര നന്നായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് അവിടെ 10 മാർക്ക് കിട്ടില്ല. ഒരു 9, 8 നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ 9, പിന്നെ 8, പിന്നെ 7, ആ രീതിയിലാണ് മാർക്ക് വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇതേമാതിരി 5 മാർക്കിന്റെ അത്ര എഴുതേണ്ടി വരില്ല. എന്നാലും കുറച്ച് എഴുതിയാൽ മതി. എന്നാലും 10 മാർക്കിന് എഴുതിയ പോലെ തന്നെ 5 മാർക്കിന് എഴുതിയാലും കുഴപ്പമില്ല. സമയം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. സമയം നമ്മൾ കൃത്യമായിട്ട് അറിയണം. ടൈം മാനേജ്മെന്റ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട കാര്യം കാണാപ്പാടം പഠിച്ചെഴുതാണ്ട് എലാബറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇത്രയും പാരഗ്രാഫും ഇത്രയും തികച്ച് കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് അവിടെ വീഴും. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് വീഴും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് തപ്പിപ്പിടിച്ച് അതിന്റെ ആൻസർ ഇവിടെ എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ, കാരണം നിങ്ങൾക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതായത് 2 മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ നോക്കുക, 2 മാർക്കിന്റെ ഗൂഗിൾ നോക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, വായിക്കുക. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ചിലപ്പോൾ ആ 2 മാർക്കിന്റെ 1 മാർക്ക് പോകുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പാസ് മാർക്കിൽ ഔട്ട് ആവുന്നത്. അപ്പൊ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 5, 10 മാർക്കിന്റെ 2 മാർക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൽ അതിനെ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തം തന്നെ ഉണ്ടാവും 10 മാർക്കിന്. ഓക്കെ, അപ്പൊ അതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് മാർക്കിന്റെ കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ആണെങ്കിലും 1 മാർക്കിന്റെ ആണെങ്കിലും അത് സിമ്പിൾ ആയിട്ട് കാണാണ്ടിരിക്കുക. എല്ലാം പഠിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരു തവണ വായിച്ചിട്ടോ, മറന്നു പോയാലും കുഴപ്പമില്ല. നിങ്ങൾ ഒരു തവണ വായിച്ചിട്ടുണ്ടോ, അത്യാവശ്യം സിൻസിയർ ആയിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. ഓക്കെ, അപ്പൊ അതാണ് സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തായാലും ദൈവം കൂടെ ഉണ്ടാവും. അത് എന്റെ അനുഭവം കേട്ടോ. കാര്യം ഞാൻ ഇങ്ങനെ വായിച്ച് കുറെ ഫാർമക്കോളജി ഒക്കെ ഞാൻ പഠിച്ച് എക്സാം ഹാളിൽ കയറിയപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മയില്ലായില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എനിക്കതെല്ലാം ഓർമ്മ വരുന്നുണ്ട്. അത് അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ മെക്കാനിക്സ് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റും.
നിങ്ങൾ 10 മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ അത് എഴുതി പിടിപ്പിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ അതുമാതിരി തന്നെ അത് പാരാഫ്രൈസ് ചെയ്തൊക്കെ ഇത് അവസ്ഥ വരില്ലേ. ഇത് നിങ്ങൾ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഒട്ടും പറ്റുന്നില്ല ആൻസർ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫ് കറക്റ്റ് ആൻസർ പാരാഫ്രൈസ് ചെയ്ത് എഴുതിക്കുക. പറ്റുന്നില്ല എന്നുള്ളത് മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ബാക്കി ആൻസർ ചെയ്ത് പോവാം. ഞാൻ ടിപ്സ് പറഞ്ഞ തന്നെയാണ്. ഒരിക്കലും ഒന്നും പഠിക്കാണ്ട് പോയിട്ട് ഈ പരിപാടി കാണിച്ചു വെക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പൊ അറിയില്ലാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഗ്യാസ് അടിച്ചു വെക്കാന്ന് പറയും. അങ്ങനെ അടിച്ചു വെച്ചാൽ ഒരു മര്യാദയ്ക്ക് ഗ്യാസ് അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് വീഴും അവിടെ. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളൊരു കാ പേജിൽ എഴുതുക. അര പേജിൽ എഴുതാൻ ഞാൻ പറയില്ല, കാ പേജിൽ എഴുതുക. നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ഒരു 3 സെന്റൻസിൽ ആൻസർ കറക്റ്റ് നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ അറിയാമെങ്കിൽ അവിടെ ആ മാർക്ക് വീഴും. നിങ്ങൾക്ക് അറിയില്ല, ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ ഗ്യാസ് അടിച്ചാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾ അത് അര പേജ് ഗ്യാസ് അടിച്ച് വെക്കുക. കാരണം ഏതെങ്കിലും ഒരു സെന്റൻസിലൊക്കെ കറക്റ്റ് കുഴപ്പമുണ്ടാവുമല്ലോ. അപ്പൊ ആ ഇതിലൊക്കെ ചെയ്തു പോവാം. ഇതൊക്കെയാണ് എക്സാമിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ. ഞാൻ എങ്ങനെ ചെയ്തു, എനിക്ക് മാർക്ക് നല്ല കിട്ടി. ഫസ്റ്റ് ക്ലാസ്, 4th ഇയർ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, 2nd ഇയറും ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ കാണാം. അപ്പോൾ ബൈ.